അമേരിക്കൻ ക്യാമ്പസുകളിലുള്ള പാലസ്തീൻ അനുകൂല പ്രക്ഷോഭകരുടെ വിദ്യാർത്ഥി വിസ റദ്ദാക്കാനുള്ള ഉത്തരവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യഹൂദ വിരുദ്ധതയ്ക്കെതിരെ പോരാടുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ഹമാസ് അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത അമേരിക്കൻ പൗരന്മാരല്ലാത്ത കോളേജ് വിദ്യാർത്ഥികളെയും താമസക്കാരായ മറ്റ് വിദേശികളെയും നാടുകടത്തുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഉത്തരവിൽ പറയുന്നത്. അമേരിക്കൻ ജൂതന്മാർക്കെതിരായ തീവ്രവാദ ഭീഷണികൾ, തീവെപ്പ്, നശീകരണ പ്രവർത്തനങ്ങൾ, അക്രമം എന്നിവയ്ക്കെതിരായ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ക്യാമ്പസുകളിലും തെരുവുകളിലുമുള്ള യഹൂദവിരുദ്ധത ചെറുക്കുന്നതിന് നീതിന്യായ വകുപ്പിന്റെ പെട്ടെന്നുള്ള നടപടിയും ഉത്തരവിലുണ്ട്. ജിഹാദിസ്റ്റ് അനുകൂല പ്രതിഷേധത്തിൽ പങ്കെടുത്ത എല്ലാ വിദേശികളെയും കണ്ടെത്തുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോളേജ് ക്യാമ്പസുകളിലെ സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള ഹമാസ് അനുകൂല ചുവരെഴുത്തുകളും ഭീഷണികളും അന്വേഷിക്കാൻ നീതിന്യായ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റും ഏജൻസി മേധാവികളും 60 ദിവസത്തിനുള്ളിൽ വൈറ്റ് ഹൌസിന് ശുപാർശകൾ നൽകണം. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ഹമാസ് ആക്രമണത്തെയും തുടർന്നുള്ള ഗാസയിലെ ഇസ്രായേൽ യുദ്ധത്തെയും തുടർന്ന് പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലേർപ്പെട്ട വിദ്യാർത്ഥികളെയും മറ്റ് പ്രവർത്തകരെയും ലക്ഷ്യമിട്ടാണ് ഉത്തരവ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.